നന്ദി. യുവജന പ്രസ്ഥാനം, സുവിശേഷ സംഘം, സൺഡേ സ്കൂൾ തുടങ്ങിയ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും നിറസാന്നിധ്യമാർന്ന പടിഞ്ഞാറേക്കുറ്റൽ ശ്രീ ടിറ്റോ പി തോമസിന്റെ സ്മരണയ്ക്ക് യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ നിറച്ചാർക്ക് 2016 എന്ന പെയിന്റിംഗ് മത്സരത്തിലുള്ള വിജയികൾക്ക് ഇപ്പോൾ സമ്മാനം വിതരണം ചെയ്യുന്നതാണ്. സമ്മാനം വിതരണം ചെയ്യുന്നതിനായി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സിനിമാ താരം, കൊച്ചുകുട്ടികൾ മുതൽ 100 വയസ്സ് വരെ കണ്ട അപ്പൂപ്പനും അമ്മയും വരെ ഇഷ്ടമകനായ നമ്മുടെ കുടുംബത്തിലെ അംഗമായ ശ്രീ ദിലീപിനെ സാദരം ക്ഷണിച്ചിരുന്നു. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, നമ്മളുടെ ഉദ്ഘാടകൻ, നമുക്കെല്ലാം പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ, ശ്രീ രമേശ് ചെന്നിത്തല സാർ, ധീരജി രാധാകൃഷ്ണൻ സാർ, പത്മശ്രീ CK മേനോൻ സാർ, നമ്മുടെ ബഹുമാനപ്പെട്ട തിരുമേനി, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പൊതുപള്ളിയിലെ എൻ്റെ സഹോദരങ്ങളെ, നമസ്കാരം. വളരെ സന്തോഷകരമായിട്ടുള്ള സ്നേഹം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ചില തോന്നലുകൾ ഉണ്ടാവുക, അത് നടക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ അത്ഭുതത്തോടെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയും. ഞാൻ ബോഡിഗാർഡ് എന്ന സിനിമ ഷൂട്ട് ചെയ്തത് കോട്ടയത്താണ്. ഈ പരിസരങ്ങളിലെല്ലാം ഷൂട്ട് ചെയ്തത്. ഒരു ദിവസം നമ്മൾ ഷൂട്ടിങ്ങിന് ഇതുവഴി പോയപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, അതാണ് പുതുപ്പള്ളി, ഉമ്മൻചാണ്ടി സാറ് ഒക്കെ വരുന്ന പള്ളിയാണ്, ഇവിടുത്തെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഞാൻ അന്ന് അവിടെ ഈ പള്ളിയിലൊന്ന് പോകണമല്ലോ എന്ന് വിചാരിച്ചു. അത്ഭുതകരമായിട്ട് പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറ് തന്നെയാണ് എന്നെ ഈ പള്ളിയിലേക്ക് വിളിച്ചത്. ഞാനത് എൻ്റെ മനസ്സിൽ മാത്രം ആ റോഡിൻ്റെ അവിടെ നിന്ന് ചിന്തിച്ച വിഷയമാണ്. പക്ഷെ ഒരു നിമിത്തം പോലെ സാറ് തന്നെ എന്നെ വിളിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും പുതുപ്പള്ളിയിൽ അതൊരു എന്താ പറയുക, ഗീവരസുമന്യാളിൻ്റെ ഒരു ശക്തിയുടെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത് അത് ഏതൊരാൾക്കും സംഭവിക്കുന്ന കാര്യം തന്നെയായിരിക്കും. മനസ്സിൽ നമ്മൾ എന്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ അതിന് വഴികൾ ഒരുക്കി നമുക്ക് നടത്തി തരിക എന്ന് പറയുന്നത്. അത് ഞാൻ പല ഇൻ്റർവ്യൂസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ താമസിച്ചിരുന്നത്, നിങ്ങൾ പണ്ട് എൻ്റെ ഒരു സിനിമ കണ്ടു കാണും, സല്ലാപം എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയിൽ ഒറ്റമുറിയുള്ളൊരു വീടാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും കുടുംബമൊക്കെ ആയിട്ട് താമസിക്കുന്നത്. അതുപോലൊരു വീട്ടിലാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് താമസിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്നത് ആലുവ പുഴയിലൂടെയാണ്. ആലുവ ശിവക്ഷേത്രത്തിന് മുമ്പിലൂടെ വഞ്ചിക്കാണ് ഞാൻ സ്കൂളിൽ പോയിരുന്നത്. അതിലൂടെ പോകുമ്പോൾ നിറയെ മരങ്ങളുള്ള ഒരു വീട് ഞാൻ എന്നും വഞ്ചിയിലിരുന്നിങ്ങനെ നോക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കുഞ്ഞിൻ്റെ സ്വാർത്ഥത അല്ലെങ്കിൽ ഒരു ആഗ്രഹം, ഞാൻ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കും ഈ വീട്ടിലൊക്കെ ജനിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. കാരണം
സന്തോഷകരമായ ഒരു അന്തരീക്ഷവും കാര്യങ്ങളെല്ലാം. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് കാലങ്ങൾ ഒരുപാട് മാറി. ഞാനിപ്പോൾ താമസിക്കുന്നത് ആ വീട്ടിലാണ്. അത് ദൈവത്തോട് ഞാൻ അത്രയും കൂടുതൽ അടുക്കുന്നു. ഇപ്പൊ തട്ടത്തിമറിയിൽ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം കുഞ്ഞു മനസ്സിലുണ്ടാവുമ്പോൾ അത് എപ്പോഴെങ്കിലും നമ്മളറിയാതെ ദൈവം അത് എടുത്ത് വെക്കുന്നു, നമുക്ക് നടത്തി തരുന്നു എന്ന് പറയുന്ന വിഷയം. നമ്മുടെ മനസ്സ് തന്നെയാണ് ഈശ്വരൻ എന്നാണ് നമ്മളെല്ലാം വിശ്വസിച്ചിരിക്കുന്നത്. മനസ്സിൽ തന്നെയാണ് നമ്മുടെ നന്മ, നമ്മുടെ പെരുമാറ്റം. മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കാതെ പറ്റാവുന്ന ഉപകാരങ്ങൾ ചെയ്യുക, അവിടെയാണ് ഈശ്വരനുള്ളത്. അപ്പൊ എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ട് പിന്നെ എന്തിനാ പള്ളിയിൽ പോകണം, അമ്പലത്തിൽ പോകണം? ഞാൻ എല്ലാ ദേവാലയങ്ങളിലും പോകുന്ന ഒരാളാണ്. ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. മുസ്ലിം നമ്മൾ അകത്തേക്ക് നിസ്കരിപ്പിക്കില്ല, പക്ഷെ പരിസരങ്ങളിലൊക്കെ കറങ്ങി നടക്കാറുണ്ട്. ദൈവം ആ ഒരു ശക്തി ഒന്നാണെന്ന് മാത്രം വിശ്വസിക്കുന്ന പല രൂപത്തിൽ നമ്മൾ കാണുന്നു. പക്ഷെ നമ്മളവിടെ പോകുന്നത് നമ്മളിലുള്ള നെഗറ്റീവ് എനർജി എടുക്കാൻ പറ്റുന്നത് അവർക്ക് മാത്രമാണ്. നമ്മളുള്ള സ്നേഹത്തെ തിരിച്ചറിയാൻ, നമ്മുടെ നന്മയെ. ഇപ്പോൾ പുതുപ്പള്ളിയിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഓടി എത്താനുള്ള കാരണം ഞാൻ വരാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ എന്നെ വളരെ സ്നേഹത്തോടുകൂടിയാണ് സ്വന്തം വീട്ടിലേക്ക് സ്വീകരിക്കുന്ന പോലെ, കുറെ കാലത്തിന് ശേഷം നമ്മുടെ വീട്ടിലൊരാൾ യാത്ര കഴിഞ്ഞ് വരുന്ന പോലെയുള്ള ഒരു സ്നേഹം. ആ സ്നേഹത്തിന് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് മിമിക്രിന്ന് തുടങ്ങിയ ഒരു ജീവിതമായിരുന്നു. അന്ന് മുതൽ ഞാൻ അഭിനയിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പല സിനിമകളും നിങ്ങൾ, എൻ്റെ പ്രേക്ഷകർ, എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കയ്യടി കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കാൻ എനിക്ക് സർവേശ്വരൻ അനുഭവം തന്നത്. അതിനും ഞാൻ നിങ്ങളോട് നേരിട്ട് നന്ദി പറയുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ വിശിഷ്ട വ്യക്തികളുടെ കൂടെ ഈ സദസ്സിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചത്. സർവേശ്വരനോടും പിന്നെ ഇവിടെ വന്നിരിക്കുന്ന, പിന്നെ വളരെ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് മേനോൻ സാറ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, അതിനു മുമ്പ് ലക്ഷം വീട് കാര്യങ്ങൾ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു. ഇത്രയും വേഗതയേറിയ ജീവിതത്തിൽ എല്ലാവരും പൈസയുടെ പുറകെ കൂടുമ്പോൾ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി, കാരണം ഞാനും ഒരു ട്രസ്റ്റൊക്കെ നടത്തുന്നുണ്ട്, പക്ഷെ സാറ് പറയുന്ന രീതിയിലേക്ക് അങ്ങ് വളർന്നിട്ടില്ല. കാരണം ഇവർ തരുന്ന കാശ് കൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളടത്ത് ബാക്കിയാണ് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ സാറിന് വേണമെങ്കിൽ എന്നെ ദത്തെടുക്കാം കേട്ടോ. ആ വലിയ മനസ്സിൽ അത് നിസ്സാരമായിട്ടൊരു കാര്യമല്ല. അധ്വാനത്തിൽ നിന്ന്, വലിയ സമ്പാദ്യത്തിൽ നിന്ന് വലിയ തുക മറ്റുള്ളവരെ തന്റെ സഹജീവികൾക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് സർവേശ്വരൻ വാരിക്കോരി ഐശ്വര്യങ്ങൾ കൊടുക്കട്ടെ. കാരണം അദ്ദേഹത്തിന് എന്ത് കൊടുത്താലും അതിൽ നല്ലൊരു വിഹിതം പാവപ്പെട്ട ജനങ്ങൾക്കുള്ളതാണെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞ വിഷയമാണ്. സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ദീർഘായുസ് അദ്ദേഹത്തിന് നൽകട്ടെ. അതുപോലെ പുതുപ്പള്ളിയിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ ഈശ്വരനും നൽകട്ടെ. ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ ഓരോ ദിവസം ടി വിയിലാകുമ്പോൾ 150 പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഉമ്മൻചാണ്ടി സാർ. ഞാൻ ആലോചിക്കും, സാറ് ഉറങ്ങാറില്ലേ? കാരണം നമ്മളൊക്കെ കൊച്ചു പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പൊ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇത്രയും തിരക്കിനിടയിൽ തന്റെ നാട്ടുകാരെ മറക്കാതെ ഓരോ വർഷം ഇവിടെ വന്ന് തന്റെ പള്ളിയിൽ ഇത്രയും വലിയൊരു ആഘോഷമാക്കുന്ന ആ വലിയ മനസ്സിനെയും ഞാൻ നമിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രശ്നങ്ങളെല്ലാം തീർന്നു. നമുക്ക് അത്രയും പ്രഗത്ഭനായ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. നമ്മുടെ കൂടെ അദ്ദേഹം എന്നും ഉണ്ടാവണം. നമ്മുടെ രാജ്യത്തിനൊക്കെ നന്മയും സൗകര്യങ്ങളും ഉണ്ടാവട്ടെ, വളർച്ചയുടെ മുന്നിലേക്ക് കൊതിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Second prize, Abhiya Susan Matthew, Moley, Pudupalli. കുട്ടികൾക്ക് കടന്നു വരാനുള്ള സ്ഥലം ഒരുക്കി കൊടുക്കുക. Third prize, Anila Mariam,
മണത്തിൽ തൃക്കോണമംഗലം. നഴ്സറി വിഭാഗത്തിലുള്ള സമ്മാനങ്ങളാണ്. ഫസ്റ്റ് അലിൻ മേരി മാത്യു, സെക്കൻഡ് അബിയ സൂസൻ മാത്യു, തേർഡ് അനില മേരിയൻ. Class 1 to 4. First, R. Sai Krishna, Ranjini House, Nataga. R. Sai Krishna. Second, Ajay Shahjahan, Plaparandal, Chenganasheri. Third, Navneet Krishnan, Maranatillam, Chenganasheri. First, R. Sai Krishna. Second, Ajay Shahjahan. Third, Navneet Krishnan. Class 5 to 7. First, Edwin Raju, Maniyangala, Chennala. Second, Rishi K. Krishna, Kandiparambil. Third, Hari Krishna Ji, Vadakekara Malan. First prize, Edwin Raju, Maniyangala. Second, Rishi K. Krishna. Third, Hari Krishna Ji. Class 8 to 10. First